എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർക്കറ്റിൽ നിന്ന് ഇലക്ഷൻ റിസൾട്ടിൻ്റെ ഇത് വന്നപ്പോൾ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ തന്നെ ഹെവി ആയിട്ട് ഡൗൺ ആയിപ്പോയി. ഏകദേശം നിഫ്റ്റി തന്നെ 1900 പോയിൻ്റ്, അത് 1900 പോയിൻ്റ് ഡൗണിൽ പോയായിരുന്നു. അതിനുശേഷം കുറച്ച് കവറിങ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഏകദേശം 5000 പോയിൻ്റിനടുത്ത് ഡൗണിൽ പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിലെ ഇലക്ഷൻ്റെ ഒരു അസ്ഥിരതയാണ് അതിന് പ്രോബ്ലം. BJP ഗവൺമെൻറ്റിന് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, അതാണ് പ്രോബ്ലം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലതായിട്ട് വീണ്ടും കയറിയേനെ. പക്ഷേങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, മറ്റു പാർട്ടികളുടെ സപ്പോർട്ടോടുകൂടി അവർക്ക് ഭരണത്തിലിരിക്കാൻ പറ്റൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാർക്കറ്റിനൊരു ഇതിലുണ്ട്. മാർക്കറ്റിന് എപ്പോഴും ഒരു പാർട്ടി തന്നെ, BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റേത് പാർട്ടി ആണെങ്കിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വന്ന് മാർക്കറ്റിൽ ഇരിക്കുന്നതാണ് അവർക്ക് എപ്പോഴും ബെനിഫിറ്റ്. അതായത് സ്ഥിരതയായിട്ടുള്ളൊരു ഗവൺമെൻറ്. അസ്ഥിരമായിട്ടുള്ളൊരു ഗവൺമെൻറ് ആണെങ്കിൽ അതിനകത്ത് ഇഷ്ടം പോലെ അവർക്ക് മറ്റു പാർട്ടികളോട് ഇത് ചെയ്യേണ്ടി വരും, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവരുടെ അനുവാദം വേണം പല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി. അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അവർക്ക് ചോദിക്കുന്ന പൊസിഷൻസ് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള നിറയെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഇനിയും അതിൻ്റെ ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിന് മുന്നിൽ നിറയെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇതൊക്കെ നടക്കും. പാർട്ടിക്കാർ അങ്ങോട്ട് മാറും ഇങ്ങോട്ട് മാറും ഒക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ മാർക്കറ്റിൽ വരും. പിന്നെ ഇത് ഗവൺമെൻറ് വന്നാലും, ഏത് ഗവൺമെൻറ് വന്നാലും ഇപ്പോൾ അസ്ഥിരമായിട്ടുള്ളൊരിത് ഉള്ളിടത്തോളം കാലം മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ പോലും മാർക്കറ്റിൽ നല്ല രീതിയിൽ കറക്ഷൻ വരും. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ഏകദേശം ഇന്ന് മാർക്കറ്റ് ക്യാപ്പ്, ഇന്ത്യൻ മാർക്കറ്റിൻ്റെ മാർക്കറ്റ് ക്യാപ്പിൽ നിന്ന് ഏകദേശം 45 ലക്ഷം കോടി ആണ് കുറഞ്ഞു പോയത്. അപ്പോൾ ഹെവി സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ വന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സൂക്ഷിക്കുക. പിന്നെ പഴയ പോലെ ഒരു നേരത്തെയുള്ള ഗവൺമെൻറ് എന്ന് പറയുമ്പം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ട്, 302 സീറ്റ് അവർക്ക് തന്നെയുണ്ട്. അവർക്കതിപ്പോൾ ഒരു പാർട്ടിക്കാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രയാസങ്ങൾ മാർക്കറ്റിൽ ഇനിയുള്ള ദിവസങ്ങളിൽ കാണും. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ ഒരു ചെറിയ ഇൻസിഡൻറ്റ്, അതല്ലെങ്കിൽ വെളിയിലത്തെ ഒരു ചെറിയ ഇൻസിഡൻറ്റോ പോലും മാർക്കറ്റിലെ ഹെവി ഡൗൺ ട്രെൻഡിലോട്ട് കൊണ്ടുപോകാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അത് കൂടുതലും ശ്രദ്ധിക്കുക. പക്ഷേങ്കിൽ പർട്ടിക്കുലർ ഷെയറിലൊക്കെ നമുക്ക് ചാൻസുകൾ കിട്ടും. പക്ഷേങ്കിൽ ഷെയർ എടുത്തിട്ട് മൾട്ടിബാഗർ റിട്ടേൺ കിട്ടാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യരുത്. റീസണബിൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ വിറ്റ് മാറുക. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയർസിനകത്ത് ഒരു ഷെയർ പോലും പ്ലസ് വന്നില്ല. എല്ലാ ഷെയറും ഓപ്പണിങ്ങിൽ നല്ല ഡൗണിലായിരുന്നു. അതിനുശേഷം ഡൗണിൽ പോയി. ചില ഷെയർ കുറച്ച് കവറിങ് വന്നു. ഫിൻപൈപ്പ് എന്ന് പറഞ്ഞ ഷെയർ മാത്രം ചെറുതായിട്ട് നമ്മൾ പറഞ്ഞ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ വന്നിട്ട് ഇറങ്ങി. അപ്പോൾ ആ ഒരു ഷെയറുകൾ നമുക്ക് ചാൻസ് തന്നിട്ടുള്ളത്. പക്ഷെങ്കിൽ ബാക്കിയുള്ള ഈ താഴെ പോയ ഷെയറുകളെല്ലാം നമുക്ക് പല റേഞ്ചിലും സപ്പോർട്ട് 1, 2 ആ റേഞ്ചിലോട്ടൊക്കെ നമുക്ക് ചാൻസുകൾ തന്നിട്ടുണ്ട്. അതൊക്കെ പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ നോർമൽ ചെയ്യുന്ന രീതി, അപ് ട്രെൻഡിലിരിക്കുന്ന ഷെയർ റെസിസ്റ്റൻസ് ലെവലുകളോ പ്രീവിയസ് ഡേ ഹൈയോ കട്ട് ചെയ്ത് താഴോട്ടിറങ്ങുമ്പോൾ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്യും. ഇന്ന് പക്ഷേ അങ്ങനത്തെ ചാൻസ് നമുക്ക് തന്നിട്ടില്ല. ഓൾറെഡി എല്ലാ ഷെയറും ഡൗണിൽ തന്നെ പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ കുറച്ച് ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുക്കുന്ന അത്രയേ ഉള്ളൂ. ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ് അങ്ങനത്തെ ആയിരുന്നു. പിന്നീട് നാളത്തെ നമ്മൾ കുറച്ച് ഷെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഷെയർസിനെ നമുക്ക് നോക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഷെയറുകളാണ്. ഇവിടെ നിഫ്റ്റി കണ്ടറിയാം, നിഫ്റ്റി -3.2 ആണ് ക്ലോസിങ് വന്നിരിക്കുന്നത്. പക്ഷേങ്കിൽ 8% മുകളിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് -4 ആണ്, -3.25 -4.02 ആ ലെവലിലാണ് പോയിരുന്നത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറച്ചുകൂടെ കറക്ഷൻ മാർക്കറ്റിൽ വരാം. അപ്പം എന്തായാലും ഡെലിവറി ഒക്കെ എടുക്കുന്നവർ സൂക്ഷിച്ചെടുക്കണം. പിന്നെ നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിൽ പോയ ഷെയറുകളാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല എടുക്കുന്നതിന്. ഇപ്പം ഇതിനകത്ത്
നമുക്ക് നാളെ ഈ എല്ലാ ഷെയർസിനകത്തും നമുക്ക് ലെവലുകൾ റേഞ്ച് ചെയ്ത് നമുക്ക് ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതൽ. ഇപ്പോൾ CG പവർ നോക്കുകയാണെങ്കിൽ 8% ഡൗൺ. പക്ഷെങ്കിൽ ഇത് ഡൗൺ ഓപ്പണിങ് വന്ന ഷെയർ ആയതുകൊണ്ട് ഇതിൻ്റെ R1 കണ്ടില്ലേ 692. അതായത് ഇത് ഒരു 700 മുകളിലൊക്കെ പോയിട്ട് ഈ 692 കട്ട് ചെയ്ത് താഴെയിറങ്ങുകയാണെങ്കിൽ നമുക്ക് സെല്ലിങ് ചാൻസ് ആണ് ഈ ഷെയറിനകത്ത്. അതുപോലെ മഹീന്ദ്ര ലൈഫ് ഈ 600, 603, 600 ഈ ലെവലിൽ വന്നിട്ടിറങ്ങുവാണെങ്കിൽ മാത്രം ചാൻസ് എടുക്കുക. അതല്ല എങ്കിൽ നമുക്ക് ഈ ആവറേജ് കണ്ടില്ലേ, ഈ ആവറേജൊക്കെ പക്ഷേങ്കിൽ നല്ല ഈ ഇവിടെ എത്ര ഉണ്ട് 549, ഇത് 554. ഇപ്പോൾ ഇതൊരു 560, 65 പോയിട്ടാണ് താഴോട്ട് ഇറങ്ങുന്നതെങ്കിൽ ഈ 549 താഴോട്ട് പോകുമ്പോൾ നമുക്ക് ചാൻസ് എടുക്കാം. അതുപോലെ ഈ വെസ്റ്റ് കോസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞ ഈ ഷെയർ ഇന്നത്തെ ഹൈയും R1 സെയിം ആണ് ഏകദേശം. അപ്പം ഈ റേഞ്ചിന് മുകളിൽ പോയിട്ട് ഈ ഷെയർ ഇറങ്ങുന്നത് കണ്ടാൽ നമുക്ക് ചാൻസ് എടുക്കാം. പക്ഷേങ്കിൽ ക്വാണ്ടിറ്റി കുറച്ച് ഏത് ഷെയറിനകത്തും ട്രേഡ് എടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു 2-3 ദിവസത്തേന് മാർക്കറ്റ് നല്ല ഹെവി വോളറ്റിലിറ്റി കാണിക്കും മാർക്കറ്റിൽ. KCL 878.90 ഹൈ, 881 ഏകദേശം അടുത്താണ് R1 പ്രീവിയസ് ഡേ, അതായത് ഹൈ ഇന്നത്തെ ഹൈ. അതപ്പം ഈ റേഞ്ചുകൾ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസാണ് അതിനകത്തൊക്കെ. ഗോദ്രേജ് ഇൻഡസ്ട്രീസിനകത്ത് ഒന്നുകിൽ 800 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കാം. 805, 810 പോയിട്ട് 803 താഴോട്ട് ഇറങ്ങുമ്പോൾ എടുക്കാം. അതല്ല എങ്കിൽ R1, R2 റേഞ്ച് നോക്കുക, ആ ലെവലിൽ കിട്ടിയാൽ നല്ലതാണ്. അതുപോലെ റെഡ് ടേപ്പ് എന്ന് പറയുന്ന ഷെയർ 729, അതായത് ഒന്നുകിൽ ഈ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചെറിയ ചാൻസ് എടുക്കുക. അതല്ല R1 പോയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചാൻസ് കിട്ടുവാണെങ്കിൽ നോക്കുക. വികാജി ഫുഡ് അതും 600 മുകളിൽ പോയിട്ട് 596 കട്ടിയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. SBCL ഈ ഹൈയോ R1 മുകളിൽ പോയിട്ട് ഇറങ്ങുന്ന കണ്ട ഏത് ലെവലിൽ നിന്ന് ഇറങ്ങുന്നോ ആ ലെവലിൽ നിന്ന് ചാൻസ് എടുക്കുക. ഗബ്രിയേലും മൂവ്മെൻറ്റ് നല്ലതായിട്ട് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ 400 റേഞ്ചിൽ പോകാൻ ചാൻസ് ഉണ്ട്. ചില സമയത്ത് നല്ല മൂവ്മെൻറ്റ് കാണിക്കുന്ന ഷെയർ. അപ്പോൾ 400 പോയിട്ടിറങ്ങി 393 താഴോട്ട് വരികയാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ലെങ്കിൽ ഈ ലെവലുകൾ വന്നുമ്പോൾ എടുക്കാം, പക്ഷെ ചെറിയ ചാൻസ് എടുക്കാവും. അതുപോലെ മക്ഡോവലും നമുക്ക് R1 റേഞ്ചിൽ നിന്ന് എടുക്കാം. R1 റേഞ്ചിൽ നിന്നോ ഇപ്പം 1200 ഈ റേഞ്ച് വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. ഹീറോ മോട്ടോഴ്സ് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു ഷെയർ. അത് നാളെ നോക്കുക, ഈ പ്രീവിയസ് ഡേ ഹൈ കയറിയിട്ട് ഇറങ്ങുവാണെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. നോർമൽ ഇതെല്ലാം അങ്ങനെ തന്നെ, ഈ ഷെയറുകളെല്ലാം അങ്ങനെ തന്നെ ചെയ്യുക. വേറെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമുക്ക് നോർമൽ കിട്ടുന്ന ലെവലുകൾ കിട്ടിയിട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കുക ഈ ഷെയറിനകത്തൊക്കെ. പക്ഷേങ്കിൽ ഇനിയുള്ള ഒരാഴ്ചയൊക്കെ നല്ല രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല ചാൻസ് കിട്ടുമ്പോൾ മാത്രം ചെറിയ ക്വാണ്ടിറ്റി ചെയ്യുക, കൂടുതൽ ക്വാണ്ടിറ്റി വെച്ച് ചെയ്യരുത്, പണി കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നാളെ നല്ല രീതിയിൽ എല്ലാവർക്കും ട്രേഡ് എടുക്കാൻ സാധിക്കട്ടെ, പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.